ഇത് നമ്മുടെ ഹവേര എന്ന് പറയുന്ന ഒരു പ്ലം ട്രീ ആണ്. അത്യാവശ്യം ഡീസൻറ്റ് എമൗണ്ട് ഫ്രൂട്ട് തരുന്ന ഒരു പ്ലം ട്രീ ആണ്. ഈ പ്രാവശ്യം ഒത്തിരി കായൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ടുണ്ടായതുകൊണ്ട് ഈ പ്രാവശ്യം പ്ലമ്മിൽ കുറവാണ്. കാരണം ഈ ഓരോ വർഷം ഒന്നരാടം വർഷങ്ങളാണ് പ്ലം നന്നായിട്ട് കായ്ക്കുന്നത്. പക്ഷേ ഫ്രൂട്ട് തിന്നിങ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും നമുക്ക് സ്റ്റഡി ആയിട്ട് ക്രോപ്പ് കിട്ടും. അപ്പോൾ ഇതൊരു ന്യൂസിലൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലമ്മാണ്. ഇതൊരു ജാപ്പനീസ് വെറൈറ്റിയിൽ വിടുന്ന ഒരു പ്ലം തന്നെയാണ്. പക്ഷേ ന്യൂസിലൻഡിൽ ഒറിജിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലം വെറൈറ്റിയാണ് ഈ ഹവേര. ഇത് സെൽഫ് ഫെർട്ടൈലാണ്. എന്ന് വെച്ചാൽ നമുക്ക് വേറെ പോളിനേറ്റർ ഒന്നും ആവശ്യമില്ലെങ്കിലും ഇതിലിങ്ങനെ കായ്കളുണ്ടാവും. പക്ഷെ സാന്റാ റോസ എന്ന് പറയുന്ന നമ്മുടെ പ്ലം അടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കായ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. കിളികൾ ഇഷ്ടം പോലെ കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ നെറ്റൊന്നും ഇടുന്നില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഫ്രൂട്ട്സുകൾക്ക് നെറ്റ് ഇടാറില്ല. കിട്ടുന്നത് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. നമുക്ക് ഏകദേശം ഒരു 150ഓളം ഫ്രൂട്ടുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ ഫ്രൂട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം തന്നെ അത്യാവശ്യം പഴുത്ത് കിടക്കുന്നതാണ്. ഇതുകൊണ്ടോ നമുക്ക് നല്ലപോലെ പഴുത്തിട്ടുണ്ട്. നിൽക്കുക നല്ല ബ്ലാന്ന് പോകുന്നുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. പുളി എന്ന് പറയുന്ന സാധനം ലേശമില്ല. നല്ല റെഡ് കളറാണ്. അടിപൊളി സാധനമാണ് ഹവേര. ന്യൂസിലൻഡ് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. അധികം ചില്ലേഴ്സ് ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. ഏകദേശം 300 hours ചില്ലേഴ്സ് റിക്വയർമെൻറ്റേ ഉള്ളൂ ഇതിന്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ കിട്ടുന്നിടത്ത് വളർത്താൻ പറ്റിയ ഒരു പ്ലം വെറൈറ്റിയാണ് ഹവേര. നമുക്ക് സിംഗിൾ പ്ലം വെക്കാൻ താല്പര്യമുള്ളവർക്കും ഒരു കൈ നോക്കാം നമുക്ക്. കാരണം വെച്ചാൽ ഇത് സെൽഫ് ഫെർട്ടൈലായിട്ടാണ് പറയുന്നത്. പക്ഷേ കൂടുതൽ കായുണ്ടാണെങ്കിൽ നിങ്ങൾ സാന്റാ റോസ കൂടെ കൂടുതൽ വെക്കണം. എനിക്കിവിടെ സാന്റാ റോസ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കായ എനിക്കുണ്ടാകുന്നുണ്ട്.